ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഡിസംബർ മാസം 31, അതായത് 2023 അവസാനിക്കാൻ പോവുകയാണ്. 2024 കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. 2024 ഒരുപാട് റിലീസുകളുണ്ട് കേട്ടോ. അപ്പോൾ 2023 ഇതുപോലെ തന്നെ ഒരുപാട് റിലീസുകൾ വന്നാണ്. 200-250 സിനിമകൾ വരെ റിലീസ് ചെയ്തിട്ടുണ്ട്. 250 എണ്ണത്തിൻ്റെ അടുത്തിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. വിരലിലെണ്ണാവുന്ന സിനിമകളെ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. വമ്പൻ ഹൈപ്പിൽ വന്നിട്ട് എന്താ പറയുക, ഡിസാസ്റ്ററായി പോയ സിനിമകളുണ്ട്, പൊട്ടിപ്പാളീസായി പോയ സിനിമകളുണ്ട്. അതായത് വൻ ഹൈപ്പിൽ വന്നിട്ട് മൂഞ്ചിപ്പോയ സിനിമകൾ തന്നെ പച്ച മലയാളം പറയാം നമുക്ക്. അപ്പോൾ അതുപോലെ അതായത് വൻ ഹൈപ്പിൽ വന്ന് 2023 വൻ ഹൈപ്പിൽ വന്നിട്ട് പൊട്ടിപ്പാളീസായി പോയ 15 സിനിമകളുടെ ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ നമ്മുടെ മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഉദയകൃഷ്ണ തിരക്കഥ എഴുതി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നിർമ്മിച്ച സിനിമയായിരുന്നു ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമ. ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ മാത്രപ്പെട്ട സിനിമയായിരുന്നു. ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വന്ന സമയത്ത് കിടലൻ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നുള്ളതായിരുന്നു. പക്ഷേ കണ്ടുപടുത്ത കഥകളും അതുപോലെ തന്നെ മേക്കിങ്ങും എല്ലാം ഭയങ്കരമായിട്ട് ഇറിറ്റേഷനുള്ള കുറേ സീനുകളൊക്കെ ആയിട്ട് നമ്മളെ ഈ വർഷത്തിൻ്റെ ഫസ്റ്റ് തന്നെ ഈ ഒരു സിനിമ മമ്മൂക്കയ്ക്ക് ഫസ്റ്റ് തന്നെ ഒരു പരാജയമായിരുന്നു വന്നത്. ഇതിനു മുമ്പ് മമ്മൂക്കയുടെ സിനിമകളൊക്കെ വിജയിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ ഒരു പരാജയം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയായിരുന്നു ഈ ഒരു സിനിമ. ഉദയകൃഷ്ണയാണ് തിരക്കഥ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും പ്രതീക്ഷ അല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു പ്രതീക്ഷ വന്നതാണ്. പിന്നെ മമ്മൂക്കയുടെ ഇതിനു മുമ്പത്തെ അതായത് തുടർച്ചയായ വിജയങ്ങളൊക്കെ ഒരു 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 ഹൈപ്പ് തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്ക്, ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക്. പക്ഷേ അത് മാത്രമല്ല, വമ്പൻ താരനിര കൂടി ഉണ്ടായിരുന്നു. വിനറായി, സ്നേഹ, അമല പോൾ, ഐശ്വര്യലക്ഷ്മി, അതിഥി രവി, ഒരുപാട് വലിയ താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൂടുതലായിരുന്നു. പക്ഷേ മൂക്കുത്തി താഴെ വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അടുത്തത് ധൂം എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ, അപർണ ബാലമുരളി, റോഷൻ മാത്യു, വിനീത്, അനുമോഹൻ, അച്യുത് കുമാർ, ജോയ് മാത്യു എന്നിവരടങ്ങുന്ന വലിയൊരു താരനിരയിൽ വന്നൊരു സിനിമ. അതുമാത്രമല്ല, ഈ സിനിമയുടെ ഹൈപ്പ് കയറ്റാനുള്ള വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. മലയാളത്തിൽ ആദ്യമായി ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന സിനിമ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്, വലിയൊരു ഹൈപ്പ് എന്നുള്ളത്. ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ മൂവിയായിരുന്നു ധൂം എന്ന് പറഞ്ഞ സിനിമ. ഇതൊന്നും ഈ സിനിമയെ രക്ഷിച്ചില്ല എന്നുള്ളതാണ്. നല്ലൊരു തിരക്കഥ ഒരുക്കാൻ സാധിക്കാത്തത് ഈ സിനിമയുടെ പരാജയത്തിന് കാരണമായി തന്നെ പറയാം. അപ്പോൾ ഈ ഒരു സിനിമയും മൂക്കുകുത്തി താഴെ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. അടുത്തതായിരുന്നു ഈ ഒരു വർഷത്തെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്നൊരു സിനിമ എന്ന് തന്നെ പറയാം. നമ്മുടെ ദുൽഖർ സൽമാൻ പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ സ്റ്റാറായി, സൂപ്പർ സ്റ്റാറായി മാറാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്ത സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത എന്ന സിനിമ. ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ മാത്രപ്പെട്ട സിനിമയായിരുന്നു. ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസും അതുപോലെ തന്നെ സി സ്റ്റുഡിയോയും ഒരുമിച്ച് നിർമ്മിച്ച സിനിമയായിരുന്നു. വമ്പൻ ഹൈപ്പിൽ DQനൊരു ആക്ഷൻ സ്റ്റാർ, ആക്ഷൻ കിങ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു. കൂടാതെ വമ്പൻ താരനിരയും ഉണ്ടായിരുന്നു. ഐശ്വര്യലക്ഷ്മി, നൈല ഉഷ, പ്രസന്ന, ഗോകുൽ സുരേഷ്, ഷമ്മി തിലകൻ, ചെമ്പ വിനോദ് എന്നിവരൊക്കെ വലിയ താരനിരയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ പവനായി ശവമായി എന്ന് പറയുന്ന രീതിയിലായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടിരുന്നത്. 50 കോടി ബജറ്റിൽ വന്ന സിനിമ 40 കോടി പോലും കളക്ട് ചെയ്യാൻ സാധിക്കാതെ മൂക്കുകുത്തി വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ 50 കോടി ബജറ്റിൽ 40 കോടിയെങ്കിലും കിട്ടിയെന്ന് പറയുന്നത് സത്യം പറയാതെ ഈ ഒരു ഹൈപ്പ് ഉള്ളത് കൊണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഡേ ആയിരുന്നു കൂടുതൽ കളക്ഷൻ വന്നിരുന്നത്. രണ്ടാമത്തെ ഡേ, സെക്കൻഡ് ഡേ കുറഞ്ഞു. പിന്നെ എവിടെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കണ്ടത് കിങ് ഓഫ് കൊത്ത സിനിമ. അതുപോലെ തന്നെ വൻ ഹൈപ്പിൽ വന്നൊരു സിനിമ കൂടിയായിരുന്നു മലയാളത്തിലെ കാസർഗോഡ് എന്ന സിനിമ. ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു. ആസിഫ് അലിയും സണ്ണി വെയിനും വിനായകനൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ബിടെക് എന്ന സിനിമയ്ക്ക് ശേഷം മൃദുൽ നായരും അതുപോലെ തന്നെ ആസിഫ് അലിയും ഒരുമിക്കുന്ന സിനിമയായിരുന്നു. മൃദുൽ നായരായിരുന്നു കഥാ സംവിധാനം ഈ ഒരു സിനിമയുടെ. അപ്പോൾ സ്വർണ്ണക്കടത്തും കാസർഗോൾഡും ആയിരുന്നു വിഷയം. കാസർഗോഡ് ആയിരുന്നു ഈ സിനിമയുടെ വിഷയം. ആകെ മൊത്തം പാളിപ്പോയ അവതരണവും അഭിനയവും ആയിരുന്നു ഈ ഒരു സിനിമയിൽ നിന്നുള്ള. ആകെ മൊത്തം ഒരു എവിടെ എത്താത്ത രീതിയിലുള്ളൊരു അവതരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയും മൂഞ്ചിപ്പോയ അവസ്ഥയായിരുന്നു. എവിടെ എത്താതെ പോയി ഈ സിനിമ. അടുത്ത അതേപോലെ തന്നെ വൻ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു ചാവേർ എന്ന് പറഞ്ഞ സിനിമ. ടിനു പാപ്പച്ചൻ എന്നുള്ള ഒരു പേരായിരുന്നു ഏറ്റവും വലിയൊരു ഹൈപ്പ്. അതുകൂടാതെ താരനിരയും കുഞ്ചാക്കോ ബോബൻ, അർജുൻ അശോകൻ, ആൻ്റണി വർഗീസ് പെപ്പെ, ഈ ഒരു താരനിര തന്നെ പോരെ നമുക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമ തന്നെയായിരുന്നു ചാവേർ എന്ന് പറഞ്ഞ ഈ സിനിമ. പക്ഷേ ടിനു ബാബച്ചൻ്റെ മേലുള്ള പ്രതീക്ഷ അദ്ദേഹം അത് നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കൃത്യമായുള്ള അടിപൊളി മേക്കിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിപ്പോയത് ജോയ് മാത്യുവിൻ്റെ തിരക്കഥയായിരുന്നു. അതാണ് പാളിപ്പോയതെന്നുള്ളതാണ്. പിന്നെ എന്തായാലും വലിയ താരനിരയും ടിനു പാപ്പച്ചൻ്റെ സംവിധാനം എന്ന കാര്യങ്ങളൊന്നും സിനിമയെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. തിരക്കഥ പാളിപ്പോയതാണ് ഈ ഒരു സിനിമയുടെ പരാജയത്തിന് കാരണം തന്നെ പറയാം. അടുത്തത് ബാന്ദ്ര, ആറാമത്തെ സിനിമ ബാന്ദ്ര. ഒരു ആക്ഷൻ ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഒരു തിരിച്ചു വരവായിരിക്കും ഈ ഒരു സിനിമ എന്നായിരുന്നു പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അരുൺ ഗോപി ദിലീപ് കൂട്ടുകെട്ടിൽ രാമലീലയ്ക്ക് ശേഷം ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വരുന്ന വലിയൊരു സിനിമ, വലിയൊരു ക്യാൻവാസിൽ വരുന്ന സിനിമ. അതുകൂടാതെ തമന്ന മലയാളത്തിലേക്ക്, പിന്നെ ദിലീപിൻ്റെ ആ ലുക്ക്, കിടിലൻ ആക്ഷൻ രംഗങ്ങളായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ വന്നിരുന്ന പിന്നെ എന്താ പറയുക വാർത്തകളൊക്കെ. മമത മോഹൻദാസും കലാവൻ ഷാജോണും സിദ്ദിഖ് ലെന എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് വൻ താരനിര തന്നെയായിരുന്നു. ഒരു ആക്ഷൻ പടം പ്രതീക്ഷിച്ച് പോയവർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയായിപ്പോയി ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ബാന്ദ്ര എന്ന സിനിമ അതും മൂക്കുകുത്തി താഴെ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. അതേപോലെ തന്നെ കിങ് ഓഫ് കൊത്താറ സിനിമയുടെ കൂടെ തന്നെ റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമ. ഹനീഫ് അദനി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു ഹേസ്റ്റ് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. നിവിൻ പോളിയായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. നിവിൻ പോളിയുടെ സ്റ്റൈലിഷ് ലുക്ക്, പിന്നെ തിരിച്ചു വരവ് അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹൈപ്പിൽ വന്നൊരു സിനിമയായിരുന്നു ഈ സിനിമ. പക്ഷേ നിവിൻ പോളിയുടെ തിരിച്ചു വരവ് പോട്ടെ, പക്ഷേ വന്നതുപോലെ തന്നെ തിരിച്ചു ഓടുന്നതാണ് ഈ സിനിമ കണ്ടതെന്നുള്ളതാണ്. ആർഷ ചാന്ദ്രി, പിന്നെ മമിത ബൈജു, വിനയ് ഫോർട്ട്, ജാഫർ ഇടുക്കി എന്നിവരൊക്കെയാണ് സിനിമയിൽ മറ്റു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. OTT-കാർക്ക് പോലും ഇതുവരെ വേണ്ടാത്തൊരു സിനിമയായിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഇതുവരെ ഒരു OTT പ്ലാറ്റ്ഫോം ഈ സിനിമ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല ഈ ഒരു സിനിമ. അടുത്ത സിനിമ കൂട്ടത്തിലെ കൊമ്പെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ്. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാവുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് ആദിപുരുഷ എന്ന സിനിമ. ഒരു പാൻ ഇന്ത്യ റിലീസായിട്ട് വമ്പൻ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു. 300-500 കോടി ആയിട്ടാണ് സിനിമയുടെ ബജറ്റ് എന്നൊക്കെയായിരുന്നു വന്നിരുന്നത് കണക്കുകൾ കാര്യങ്ങളൊക്കെ. പക്ഷേ പിന്നെ ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരു കാർട്ടൂൺ എന്തിനെടുത്തു വെച്ചു എന്നുള്ള രീതിയിലായിരുന്നു പലരുടെയും ടോക്ക് കാര്യങ്ങളൊക്കെ. ആ രീതിയിലായിരുന്നു ഈ സിനിമയുടെ മേക്കിംഗ്. നമ്മുടെ പ്രഭാസിൻ്റെ ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ പിന്നെ എന്താ പറയുക ഏറ്റവും വലിയ ഹൈപ്പിൽ വന്നൊരു സിനിമയായിരുന്നു. പക്ഷേ എവിടെ എത്തില്ല. ആനിമേഷൻ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിൽ നന്നായി ചെയ്യും. അതായിരുന്നു അത്രയ്ക്ക് അബദ്ധമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ആദിപുരുഷ എന്ന സിനിമ വമ്പൻ എന്താ പറയുക വമ്പൻ കോമഡി ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. അടുത്തത് ഹിന്ദിയിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ഗണപത് എ ഹീറോ ഈസ് ബോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. 200 കോടി മുടക്കിയെടുത്ത സിനിമ. അമിതാഭ് ബച്ചനും ടൈഗർ ഷ്രോഫും കൃതി സനോണായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ 200 കോടി മുടക്കിയെടുത്ത സിനിമ 15 കോടിക്ക് താഴെ മാത്രമേ കളക്ഷൻ നേടാൻ സാധിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ റേഞ്ച് നമുക്ക് മനസ്സിലാവും. ബോക്സ് ഓഫീസ് ബോംബായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. 2070 നടക്കുന്ന കഥയാണ് സിനിമയിൽ പറയുന്നത്. പക്ഷേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലായിരുന്നു ഈ ഒരു സിനിമ. സെക്കൻഡ് പാർട്ടൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിലുള്ള കാത്തിരിപ്പൊക്കെയാണ്. പക്ഷേ ഇനി വരുമോ ആവോ. അടുത്തത് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു കബ്സ എന്ന സിനിമ. ഉപേന്ദ്ര, ശിവരാജ് കുമാർ, കിച്ച സുദീപ്, ശ്രീയാശരൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് വൻ താരനിരയിൽ തന്നെയായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തത്. ഈ ഒരു വൻ താരനിര തന്നെയായിരുന്നു സിനിമയുടെ ഹൈപ്പ് എന്നുള്ളത്. ഒരു ലോ ക്വാളിറ്റി KGF എന്നാണ് ഈ സിനിമ കണ്ടവരെല്ലാവരും വിശേഷിപ്പിച്ച് തന്നത്. കോമഡി തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരാണ്ട് ആ രീതിയിലാണ് സിനിമ നിർത്തിയിട്ടുള്ളത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നുള്ളത് കണ്ട് തന്നെ അറിയാം നമുക്ക്. എന്തായാലും ഒരു ലോ ക്വാളിറ്റി KGF ആണ് കബ്സ എന്ന സിനിമ. അടുത്തത് ജപ്പാൻ, കാർത്തിയുടെ 25ാമത്തെ സിനിമ. വ്യത്യസ്തമായ സിനിമകൾ തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ള നായകനായിരുന്നു നമ്മുടെ കാർത്തി. ഗ്യാരണ്ടിയുള്ള നടനായിരുന്നു കാർത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ 25ാമത്തെ സിനിമ ജപ്പാൻ. ഈ സിനിമയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു കാർത്തിയുടെ പടം എന്ന് പറയുന്നത് സാധാരണ വലിയ ഹൈപ്പിലൊന്നും അല്ല വരാറുണ്ട്. സാധാരണ വന്നങ്ങ് പോകാറാണ്, ഹിറ്റടിച്ചങ്ങ് പോകാറാണ് പതിവ്. പക്ഷേ കാർത്തിയുടെ 25ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഹൈപ്പ് വേറെ ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും പ്രതീക്ഷയിലായിരുന്നു ഈ സിനിമ എല്ലാവരും പോയി കാണാൻ പോയതൊക്കെ. പക്ഷേ പൊട്ടിച്ചിതറിയ ഗ്ലാസ് പോലെ ആയി എന്നുള്ള എന്താ പറയുക. ജപ്പാൻ എന്ന് പറയുന്ന ഈ സിനിമ ഏറ്റവും വേസ്റ്റ് മൂവി എന്ന് വിശേഷിപ്പിക്കായിരുന്നു. 2023 ഏറ്റവും വേസ്റ്റ് മൂവി എന്ന് വിശേഷിപ്പിക്കായിരുന്നു സിനിമ. അത്രയ്ക്ക് അബദ്ധമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. നമ്മുടെ കാർത്തിയുടെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് മൂവി എന്ന് നമുക്ക് പറയാവുന്നതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച്.
12ാമത്തെ സിനിമ ഹിന്ദിയിലുള്ള സിനിമയാണ്. സെൽഫി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ മലയാളത്തിൽ റിലീസ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. ഇമ്രാൻ ഹാഷ്മി, അക്ഷയ് കുമാർ എന്നിവരൊക്കെയാണ് സിനിമ പ്രധാന വേഷം കൈകാര്യം. ഭയങ്കര ഹൈപ്പിൽ വന്ന മൂവിയായിരുന്നു. മൂക്കുകുത്തി താഴെ വീണു എന്നുള്ളതാണ് ചരിത്രം. അക്ഷയ് കുമാർ അതിനുശേഷം അക്ഷയ് കുമാറിന് ഗതി പിടിച്ചില്ല എന്നുള്ളതും ഒരു ചരിത്രമാണ്. അപ്പോൾ അടുത്ത സിനിമ 13ാമത്തെ സിനിമ ഇരൈവ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ഭാഗത്തിലുള്ള സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് വലിയ ഹൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ജയൻ രവിയും നയൻതാരയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ എന്നുള്ള ആ ഒരു ലെവലിൽ നല്ലൊരു ത്രില്ലർ മൂവി നമ്മൾ പ്രതീക്ഷിച്ച് പോകാവുന്ന ഒരു സിനിമയായിരുന്നു. അതിൻ്റെ ട്രെയിലർ വന്ന സമയത്ത് ഹൈപ്പ് കൂടിയാണ് ഈ സിനിമയ്ക്ക്. ഭയങ്കര ട്രെയിലറും കാര്യങ്ങളൊക്കെ തരുന്നത്. പക്ഷേ ഫസ്റ്റ് ഷോ കാണാൻ പോയി ആ ഒരു സിനിമ എന്താ പറയുക, ആ ട്രെയിലർ കണ്ട് വണ്ടറടിച്ചിട്ടാണ് ഫസ്റ്റ് ഷോ കാണാൻ പോയത്. പക്ഷേ എനിക്ക് ഈ സിനിമ തന്നത് ആദ്യത്തെ 10-15 മിനിറ്റ് തന്നെ ആ ട്രെയിലർ മൊത്തം കഴിഞ്ഞു. ആ ട്രെയിലറിൽ കാണിച്ച സംഭവങ്ങളൊക്കെ ആദ്യത്തെ 10-15 മിനിറ്റിലാണ് കഴിഞ്ഞു. പിന്നെ ഒന്നുമില്ല സിനിമ. പിന്നെ വെറുതെ എന്തോ ഒരു ഉറക്കഗുളിയായി മാറിയാണ് ഈ ഒരു സിനിമ ചെയ്തത്. ഒരു ഡിസാസ്റ്റർ തന്നെയായിരുന്നു ഈ ഒരു മൂവി എന്നുള്ളതാണ്. അടുത്ത സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസായി വന്ന നമ്മുടെ മമ്മൂക്കയുടെ ഏജൻറ് എന്ന സിനിമയാണ്. ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. മമ്മൂക്കയുടെ ഈ വർഷത്തെ അവസാനത്തെ ബോംബ് സിനിമയായിരുന്നു ഈ ഒരു സിനിമ. ആക്ഷൻ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ സിനിമയായിരുന്നു. ഇതുവരെ OTT പോലും ഇറങ്ങിയിട്ടില്ല ഈ ഒരു സിനിമ. ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. സോണി ലീവായിരുന്നു ഈ സിനിമയുടെ OTT റൈസ് സ്വന്തമാക്കിയിട്ടെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അവരും ഈ സിനിമ തള്ളിക്കളഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഇതിൻ്റെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആർക്കും വേണ്ടാത്തൊരു സിനിമയായിട്ടാണ് ഏജൻറ് പറഞ്ഞ സിനിമ ഇപ്പം പിന്നെ അറിയപ്പെടുന്നത്. ഏറ്റവും അവസാനത്തെ സിനിമ 15ാമത്തെ സിനിമ നമ്മുടെ രാഘവ ലോറൻസിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്ത ചന്ദ്രമുഖി 2 എന്ന സിനിമ. ചന്ദ്രമുഖി 2 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഹൈപ്പ് കയറാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രമുഖി ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ രജനീകാന്തായിരുന്നു, സൂപ്പർ സ്റ്റാർ രജനീകാന്തായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. തമിഴ്നാട്ടിൽ വൻ ഹൈപ്പിലായിരുന്നു ഈ ഒരു സിനിമ വന്നിരുന്നത്. അപ്പോൾ അറിയാലോ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ വൻ ഹൈപ്പിൽ വന്ന സിനിമ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ ഭയങ്കര കളക്ഷനായിരുന്നു. പിന്നെ രാഘവ ലോറൻസിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് കളക്ഷനൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഡേ വന്നിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ ആ ഒരു 2-3 ഷോ കഴിയാൻ തന്നെ ഈ സിനിമ മൂക്കും കുത്തി താഴെ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. കേരളത്തിലൊക്കെ ഈ ഒരു സിനിമ ഭയങ്കര കോമഡി ആയിരുന്നു. ചന്ദ്രമുഖി നിങ്ങൾക്ക് അറിയാം, നമ്മുടെ മലയാളത്തിലെ പിന്നെ ക്ലാസിക് മൂവിയായിരുന്നു മണിച്ചിത്രതാഴ് എന്ന് പറഞ്ഞ സിനിമ. എക്കാലത്തെയും മികച്ച സിനിമ മണിച്ചിത്രതാഴ് സിനിമ. അതിൻ്റെ റീമേക്കായിരുന്നു ചന്ദ്രമുഖി എന്ന സിനിമ. അത് തന്നെ കോമഡി, നമുക്ക് കാണുമ്പോൾ അത് തന്നെ കോമഡിയാണ്. പക്ഷേ സെക്കൻഡ് പാർട്ട് വന്ന സമയത്ത് അതിലും വലിയ കോമഡി വരാതായി മാറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയും സിനിമകൾ 15 സിനിമകളാണ് ഞാൻ എൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട 2 സിനിമകളാണ് നമ്മുടെ ദളപതി വിജയുടെ വാരിസ്, അതുപോലെ തന്നെ തല അജിത്തിൻ്റെ തുനിവ് പറഞ്ഞ സിനിമ. ഈ 2 സിനിമയും ശരിക്കും ഈ ഒരു പിന്നെ ഡിസാസ്റ്റർ മൂവീസിൻ്റെ ആ ഒരു ഗണത്തിൽപ്പെടുത്തേണ്ട സിനിമ തന്നെയാണ്. അത്രയും അബദ്ധ സിനിമയായിരുന്നു ഈ 2 സിനിമ. എനിക്ക് പേഴ്സണലി 2 സിനിമ വലിയ ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സിനിമ രക്ഷപ്പെടാൻ കാരണം അവരുടെ സ്റ്റാർഡം തന്നെയായിരുന്നു. പിന്നെ കഷ്ടിച്ച് രക്ഷപ്പെട്ട സിനിമകളാണ് ഈ 2 സിനിമയും. അവരുടെ സ്റ്റാർഡം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ 2 സിനിമകളാണ് വാരിസ്, അതുപോലെ തന്നെ തുനിവ് എന്ന സിനിമയും. ഇതിൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റിലുള്ള സിനിമകൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ലിസ്റ്റിലുള്ള ഒരു സിനിമ പോലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമ ഒരു ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാമെന്ന് അത്രയേ ഉള്ളൂ. വേറൊറ്റ സിനിമയും എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളാണ്. അപ്പോൾ ഈ ലിസ്റ്റിലെ സിനിമകൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ സിനിമ തിയേറ്ററിൽ തിയേറ്ററിൽ OTT റിലീസൊക്കെ ചെയ്തൊക്കെ കണ്ടിട്ട് പിന്നെ അത്രയും അബദ്ധമാണെന്ന് തോന്നിയ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരാണ്. അപ്പോൾ ഇനിയും പിന്നെ വേറെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ ലിസ്റ്റുകൾ അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ, അതായത് പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും